ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തുടങ്ങിയതാണ് ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞടി. ഫസ്റ്റ് നോമിനേഷൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അനീഷ് തുടക്കമിട്ട് അനീഷ് പിന്നെ തുടങ്ങിയാൽ നിർത്തൂലല്ലോ. അനീഷ് തുടക്കമിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും അനീഷിനോട് പറഞ്ഞു അധികം സമയം എടുക്കരുത്. നമ്മൾ അനീഷിനെ കയർത്തുണ്ട്. അനീഷ് പറഞ്ഞു എൻ്റെ സ്പേസാണ്, ഞാൻ പറയട്ടെ എന്ന്. അങ്ങനെ അനീഷിന് പറയാനുള്ള ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അനീഷ് അതൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അനീഷിനെ കുറിച്ച് ഓരോരുത്തർ പറയുമ്പോൾ അനീഷിനെ ട്രിഗറാകാൻ തുടങ്ങി. പിന്നെ അനീഷ് കയറി ഭയങ്കര പ്രശ്നമായി. അത് കഴിഞ്ഞ് ആര്യൻ വന്നു. ആര്യനും അനീഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോഴും അവിടെ വെച്ചിട്ട് അനീഷ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നോമിനേഷനൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയി. ഇപ്പം നമ്മുടെ ആദില വലിയ ആളായിട്ട് വന്ന് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വലിയ ആളെപ്പോലെ നിന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ അനുമോളും പിന്നെ അനീഷ് പിന്നെ ഷാനവാസ് ഇവരെ എണീറ്റ് പോയി. ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പം അനുമോളോട് ചോദിച്ചു നിനക്ക് കേൾക്കാൻ താല്പര്യമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ ഞാൻ വേണമെങ്കിൽ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നിന്നു. അങ്ങനെ ആദിലയുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഷാനവാസിൻ്റെയും നെവിൻ്റെയും പ്രശ്നങ്ങളെല്ലാം പറയാൻ തുടങ്ങിയപ്പോൾ അനുമോൾ കയറി ഇടപെട്ടു. നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടില്ലേ. അവിടെ ആദിലേക്ക് ഉത്തരം മുട്ടി. അതിനുശേഷം നമ്മുടെ ഡോക്ടർ ബിന്നി വന്ന് കുറച്ച് കാര്യം പറഞ്ഞു. ബിന്നി പറഞ്ഞത് അർത്ഥവത്തായ കാര്യങ്ങൾ തന്നെയാണ്. ബിന്നി നന്നായിട്ട് ആദിലേക്കിട്ട് കൊട്ടുകൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെയുള്ള ഒരുവിധം ആളുകളെല്ലാം പറയുന്നുണ്ട് നെവിനെക്കുറിച്ച് ആദില പറഞ്ഞിട്ടുള്ള വാക്കുകൾ. ശരിക്കും നെവിന് സപ്പോർട്ട് കൊടുക്കേണ്ട ആദില അങ്ങനെ പറഞ്ഞു. അപ്പം നെവിനും സത്യത്തിൽ നല്ല വിഷമമുണ്ട്. അത് കഴിയുമ്പോൾ ഷാനവാസ് വന്നു പല കാര്യങ്ങളും എടുത്തടിച്ച് ഓരോന്ന് പറയുമ്പോഴും അവസാനം അനീഷ് പിന്നെ അഭിലാഷ് കടന്ന് കൊത്തിമറിയാൻ തുടങ്ങി. കാരണം അഭിലാഷ് തുടക്കം മുതൽ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അഭിലാഷിനോട്. എന്നിട്ട് അഭിലാഷിനും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും അവസാനം ഇപ്പോൾ എല്ലാവരും കെട്ടി തൂങ്ങിക്കഴിഞ്ഞ് ജിസേലിൻ്റെ പാവട വള്ളി തൂങ്ങി നടക്കുകയാണ്. തൂങ്ങി നടന്നോട്ടെ, പക്ഷെ കാര്യങ്ങൾ പറയേണ്ടടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പഠിക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചക്കാടി നിൽക്കരുത്. ഈ അക്ബർ കണ്ടില്ലേ, 2 തോണിയിലും കാലിട്ടുകൊണ്ടാണ് ഏത് സമയം. കുറേ ഈ ഭാഗത്ത് നിൽക്കും, കുറേ ആ ഭാഗത്ത് നിൽക്കും. എവിടെയാണ് അവന് സ്പേസ് കിട്ടുന്നത് അവിടേക്കാണ് അക്ബറിൻ്റെ ഓട്ടം. അതേപോലെ ഏറ്റവും നല്ല ബിന്നിയായിരുന്നു, ഏറ്റവും നല്ല കുത്തിത്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ബിന്നിയൊക്കെ മാറിക്കൊണ്ടാണ് അവിടെ ഇപ്പോൾ കുത്തിത്തിരിപ്പായിട്ട് വന്നിട്ടുള്ള അനീഷാണ്. അനീഷ് ഇവിടെ നിന്ന് കേൾക്കുന്നു, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പുറം പോയി പറയുന്നു. സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത വ്യക്തികളാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ളത്. നെവിൻ ഇതിനു മുമ്പും പല പ്രാവശ്യം ജിസേലിനോട് അപമര്യാദയെ, പക്ഷെ അതൊന്നും ഇവരാരും പുറത്ത് പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുള്ള ഷാനവാസാണ്. ഷാനവാസിനത് സഹിക്കാൻ പറ്റാതെയപ്പോൾ അവൻ പറഞ്ഞു. അതിനുശേഷം കിച്ചണിൽ ഭയങ്കരമായിട്ട് നടക്കുന്നു. നമുക്ക് വീഡിയോ ഒക്കെ നമുക്ക് കണ്ടു നോക്കാം.